ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക കൊണ്ടൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കേണ്ടത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാനിവിടെ ഒരു 8 ചുള വരിക്ക ചക്കയാണ്, നല്ല പഴുത്ത വരിക്ക ചക്കയുടെ 8 ചുള എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അരയാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചക്കയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൂടാതെ തന്നെ പഞ്ചസാര പൊടിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് കണ്ടോ, ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവിൽ നിന്നും, അതായത് ഇതുപോലെ കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഇതുപോലെ എടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമുക്ക് എല്ലാ മാവും ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കളറെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം കൊണ്ടുള്ള 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ചക്കപ്പഴം കിട്ടുന്ന സമയത്ത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുന്നത്. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.